നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ ജിസാനിൽ ശക്തമായ മഴ പൊടിക്കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം പെയ്ത മഴയിൽ മക്കയിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. വാർത്തകളിലേക്ക്. ശക്തമായ മഴ ലഭിക്കുമെന്ന് നേരത്തെ കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദിയിൽ മസ്ജിദുൽ ഹറാമിൽ ഉൾപ്പെടെ കനത്ത മഴയാണ് ലഭിച്ചത്. മഴ ശക്തമായതോടെ മിക്ക പള്ളികളിലും മഗ്രിബ് ഇഷ നമസ്കാരങ്ങൾ ഒരുമിച്ചാണ് നമസ്കരിച്ചത്. സൗദി പ്രകൃതി സംരക്ഷണ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇതു സംബന്ധിച്ച് അറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് സിവിൽ ഡിഫൻസിന്റെ ഇത്തരത്തിലുള്ള നടപടി. അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്നും വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്വരകളിൽ നിന്നും അകലം പാലിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. വെള്ളം ഒഴുകുന്ന പ്രദേശങ്ങൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രളയ സാധ്യത കണക്കിലെടുത്ത് സൗദിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ ജിസാനിൽ ശക്തമായ മഴയോടൊപ്പം തന്നെ പൊടിക്കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പൊടിക്കാറ്റ് കൊടുങ്കാറ്റിലേക്ക് തിരിയാനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. സൗദി പ്രകൃതി സംരക്ഷണ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് സിവിൽ ഡിഫൻസിന്റെ നടപടി എന്നത്. അതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങളല്ലാതെ പുറത്തിറങ്ങരുതെന്നും വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്വരകളിൽ നിന്നും അകലം പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കാനും കനത്ത സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും സൗദിയിലെ ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.